അതിനു വേണ്ടിയാ ഞാനിതെല്ലാം തയ്യാറാക്കിയ. ആ പൂർണിമയും ദുർഗയും എല്ലാം കരയണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ. പൂർണിമ നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. താരങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അതൊന്നും പറഞ്ഞ പറ്റില്ല, ഇപ്പൊ തന്നെ വന്നേ പറ്റൂ. വാ, ഒന്ന് വാ സഞ്ജയ്. എന്താ താര മാം, പാർട്ടി ഒരു ഉഷാറില്ലല്ലോ. പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടെങ്കിലേ പാർട്ടി ഒന്നും കളർ ആവുള്ളൂ. അതിനെന്താ, ഡാൻസ് ഇപ്പൊ തുടങ്ങാലോ. ഡൺ. അഷിത, എന്താ മാഡം? മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തോ, നമുക്ക് ഡാൻസ് ചെയ്യാം. ശരി. പാർട്ടിയൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. വാ, ഞാൻ വിളിക്കാവേ. അങ്ങോട്ട് വാ. എന്താ ദുർഗ? അവിടെ ഡാൻസ് ഒക്കെ നടക്കാം. അതവിടെ നടന്നോട്ടെ. അതൊന്നും പറഞ്ഞ അയ്യോ, പറ്റില്ല. ഞാനില്ല ദുർഗ. വാ ചേച്ചി, അതൊന്നും ശരിയാവില്ല. ഇനി വന്നേ. ശ്ശെ. അത്യാവശ്യമാണോ? ഹലോ, കേട്ടൂടാ? അത്യാവശ്യമാണോ? ആ ശരി, ഞാൻ വരാം വരാം.
മോളെ മോളെ വാ ഒന്ന് കാര്യം പറയട്ടെ. ഒരു എമർജൻസി ഉണ്ട്. അതെ, നമുക്ക് പോകാം. മോള് വന്നേക്ക്. ശരി, ഞങ്ങൾ ഇന്ന് ഇറങ്ങാം. അച്ഛൻ ഓഫീസിൽ നിന്ന് കോള്. ശരി. കിരൺ കിരൺ കിരൺ, ഞങ്ങൾ പോവാ. ശരി, കാണാം. ആ. ഏ, എന്താ എന്താ മേഡം ഇവിടെ നടക്കുന്നേ? ഇവർക്കൊക്കെ ഇങ്ങനെ സന്തോഷിക്കാനാണോ നമ്മളിവിടെ പാർട്ടി അറേഞ്ച് ചെയ്തേ? മേഡം എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? എന്നെ കളിയാക്കുമായിരിക്കും. ഏയ് അല്ല, ഒരു നിമിഷം കൊണ്ട് ഇവിടുത്തെ സന്തോഷം കരച്ചിലായി മാറുന്നത് നിനക്ക് കാണണോ? വേണം. അതിനു വേണ്ടിയാ ഞാനിതെല്ലാം തയ്യാറാക്കിയേ. ആ പൂർണിമയും ദുർഗയും എല്ലാം കരയണം. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ. പൂർണിമ നെഞ്ചു പൊട്ടി കരയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിനി അധികം താമസമില്ല. ഹോ, ഇപ്പോഴാ മനസ്സൊന്ന് തണുത്തെ. ഇവറ്റുകളുടെ ഒക്കെ സന്തോഷം കണ്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരുന്നു. എനിക്കറിയാം ആഷി, നിന്റെ അതേ മാനസികാവസ്ഥ തന്നെയാ എനിക്കും. ഞാൻ കരുതി വെച്ചിരിക്കുന്ന ബോംബ് പൊട്ടുന്ന നിമിഷം എല്ലാം അവസാനിപ്പിക്കും. എങ്കിൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നേ? മാലപ്പടക്കത്തിന് തിരി കൊളുത്തിക്കോ മേഡം. ശരി. ഹായ് ഗായ്സ്, എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് അനൗൺസ് ചെയ്യാനുണ്ട്. അഷിത നമ്മുടെ ചാനലിൽ MD ആയി ജോയിൻ ചെയ്തതിന്റെ സന്തോഷത്തിലാണ് ഈ പാർട്ടി നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്കിലേ സത്യം അതല്ല. അല്ല, ഇവകെന്താ വട്ടായ? എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും കൺഫ്യൂഷനായി കാണുമല്ലേ? ഇന്ന് ഈ പാർട്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മറ്റൊരു സന്തോഷം ഷെയർ ചെയ്യാൻ കൂടിയാണ്. എന്തിനാ മേഡം സസ്പെൻസ്? കാര്യം പറ. പറയാം.